9ാം ക്ലാസ്സിലെ കലാവിദ്യാഭ്യാസത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള കൺട്രി ആർട്ട് ലൈഫ്, ദേശം കലാജീവിതം. ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വാർലി ചിത്രങ്ങളെക്കുറിച്ചാണ്. അപ്പം എന്താണ് വാർലി ചിത്രങ്ങൾ? മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു രചനാശൈലിയാണ് വാർലി പെയിൻറ്റിങ്. അപ്പോൾ ഇത് വരയ്ക്കപ്പെടുന്നത് കൂടുതലും ജാമിതീയ രൂപങ്ങളിലാണ്. ഇപ്പം അത് ജാമിതീയ രൂപങ്ങളിലുള്ള സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു രചനാശൈലിയാണ്. അപ്പം ഇത് വരയ്ക്കപ്പെടുന്ന സ്ഥലങ്ങൾ അവരുടെ വീടുകളിൽ തന്നെയാണ്. വീടുകളിലെ ചുമരുകളിൽ അവർ ഇത് വരച്ചെടുക്കുന്നു. ചുമരിൻ്റെ നിറം ഒരു മണ്ണിൻ്റെ നിറമായിരിക്കും, കാരണം അവരുടെ വീടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ചുമരുകൾ കൊണ്ടായിരിക്കും. അപ്പം ഇതിൽ വെള്ള നിറത്തിലാണ് വരയ്ക്കപ്പെടുന്നത്. ഈ വെള്ള നിറത്തിന് വേണ്ടിയിട്ട് അവർ അരിമാവിൽ പശയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 3000 വർഷത്തോളം പഴക്കമുള്ളൊരു രചനാ ശൈലിയാണിത്. ഇതിൽ വരയ്ക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത രീതി, കൃഷി, പരിസരം, ആഘോഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ അവർ കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇത്തരം ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാനൊക്കെ ഉണ്ട്. നമുക്ക് വരയ്ക്കാം പിന്നീട്. ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വാർലി പെയിൻറ്റിങ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് തർപ്പനൃത്തമാണ്. അപ്പോൾ എന്താണ് തർപ്പനൃത്തം? തർപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാദ്യോപകരണമാണ്. അപ്പം അത് വായിക്കുന്ന ആളിനെ ചുറ്റിക്കൊണ്ട് ഗോത്രജനത നടത്തുന്ന ഒരു നൃത്തരൂപമാണ് തർപ്പനൃത്തം. അപ്പം ഈ തർപ്പനൃത്തം വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള വാർലി ചിത്രം വരയ്ക്കും പോലെ തന്നെയാണ്. ചുമരിൽ അരിമാവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചിത്രവും വരയ്ക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതൽ കാര്യങ്ങളും ചിത്രങ്ങളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന തനതു ചിത്രരചനാ ശൈലികൾ, ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ്. ഇതിൽ നമ്മൾ 6 ശൈലികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ബീലാണ്, അതായത് ബീൽ രചനാശൈലി, ബീൽ ചിത്രങ്ങൾ. മധ്യപ്രദേശിലെ ബീൽ ഗോത്ര ജനതയുടെ ജീവിത രീതിയുടെ ഭാഗമാണ് ബീൽ ചിത്രങ്ങൾ. അപ്പോൾ ഇത് വരയ്ക്കുന്നത് പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഫ്ലോർസിലും വാളിലൊക്കെയാണ് ഇത് വരയ്ക്കുന്നത്. ഇതിൻ്റെ ചിത്രങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് ഏതാണ് ചിത്രം എന്നൊക്കെ ചോദിക്കും എക്സാമിന്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ രചനാശൈലിയാണ് ഗോണ്ട്. മധ്യപ്രദേശിലെ ഗോണ്ട് ജനതയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പരമ്പരാഗത ഗോത്ര കലാരൂപമാണ് ഗോണ്ട് ചിത്രങ്ങൾ. അപ്പോൾ ഇത് വരയ്ക്കപ്പെടുന്നത് കട്ടി കൂടിയ ലൈൻസ് കൊണ്ടാണ്. കൂടാതെ തിളക്കമുള്ള വർണ്ണങ്ങൾ, സങ്കീർണമായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ആയിരിക്കും ഇതിന്. അപ്പം ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ചിത്രം. അപ്പം ജനപ്രിയമാകാൻ ഒരു കാരണം അതാണ് ചിത്രങ്ങൾ. ഇതിൽ ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള വർണ്ണങ്ങൾ തന്നെയാണ് ഇതിലും ഉപയോഗിക്കുന്നത്. അപ്പം ചിത്രങ്ങൾ ശ്രദ്ധിക്കുക, ചിത്രങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ചിത്രരചനാ ശൈലിയാണ് പട്ടചിത്ര. പട്ടചിത്ര എന്ന് പറഞ്ഞ ശൈലി ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും പ്രചാരത്തിലുള്ള രചനാശൈലിയാണ്. അപ്പോൾ ഇത് വരയ്ക്കപ്പെടുന്നത് പ്രകൃതിദത്ത വർണ്ണങ്ങളിൽ പശയൊക്കെ ചേർത്തിട്ടാണ്. അത് വരയ്ക്കുന്നത് മറ്റുള്ള ചിത്രത്തെ പോലെ ചുമരിലല്ല, ഇത് വരയ്ക്കുന്നത് തുണിയിലാണ്. തുണിയിൽ പ്രകൃതിദത്ത വർണ്ണങ്ങളിൽ പശയൊക്കെ ചേർത്തിട്ടാണ് വരയ്ക്കുന്നത്. അതിൽ കൂടുതൽ വരയ്ക്കപ്പെടുന്നത് നാടോടി കഥകളും പുരാണ കഥകളൊക്കെയാണ്. ഇനി പഠിക്കുന്നത് നാലാമത്തെ രചനാശൈലിയാണ് മധുബനി. മധുബനി ചിത്രങ്ങൾ ബീഹാറിലെ മിഥിലയിൽ വ്യത്യസ്തമായ രചനാശൈലിയിൽ സ്ത്രീകൾ രചിക്കുന്ന ചിത്രങ്ങളാണ് മധുബനി. ഇതിനെ മിഥില ചിത്രങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിലും ഉപയോഗിക്കുന്നത് പ്രകൃതിദത്ത വർണ്ണങ്ങൾ തന്നെയാണ്. ഇതിൽ തീക്ഷ്ണമായ നിറങ്ങളും സങ്കീർണമായുള്ള പാറ്റേണുകളും നിറഞ്ഞതാണ് മധുബനി ചിത്രങ്ങൾ. ഇത് വ്യത്യസ്ത ശൈലിയിൽ ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ശൈലിയിൽ പ്രചാരത്തിലുണ്ട്.
ബർണി, കച്ചി, താന്ത്രിക്, ഗോഡ്ന, കോഹ്ബർ എന്നീ ശൈലിയിലൊക്കെയാണത് പ്രചാരത്തിലുള്ളത്. അഞ്ചാമത്തെ രചനാ ശൈലിയാണ് താങ്ക. അപ്പം ഈ താങ്ക രചനകൾ ടിബറ്റൻ ബുദ്ധിസമായിട്ട് ബന്ധമുണ്ട്. മംഗോളിയ, ലഡാക്ക്, സിക്കിം, അരുണാചൽ പ്രദേശ്, അതുപോലെ ഹിമാലയൻ പ്രദേശങ്ങൾ, അവിടെയൊക്കെ നിലനിന്നിരുന്ന ഒരു രചനാ ശൈലിയാണ് താങ്ക. അപ്പോൾ ഇത് രചിക്കപ്പെടുന്നത് കോട്ടൺ സിൽക്ക് തുണിയിലാണ്. അതുപോലെ പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നു. കൂടാതെ ഗോൾഡ് ഡസ്റ്റ്, സ്വർണ്ണപ്പൊടികളും ഇതിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഈ പരമ്പരാഗത ചിത്രമായിട്ടുള്ള താങ്ക രചിക്കുന്നത് സ്വർണ്ണപ്പൊടികളും പ്രകൃതിദത്ത വർണ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ട്രഡീഷണൽ സ്റ്റൈൽസ് ഓഫ് പെയിൻറ്റിങ്സിൽ ആറാമത്തെ ഇനം കാംഗ്ര. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഹിമാചൽ പ്രദേശിൽ പ്രചാരത്തിൽ വന്ന ചിത്രരചനാ ശൈലിയാണ് കാംഗ്ര. അപ്പം ഈ കാംഗ്ര ചിത്രങ്ങൾ രചിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടാണ്. അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന നിറങ്ങളൊക്കെ വളരെ മികവ് പുലർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 6 ട്രഡീഷണൽ സ്റ്റൈൽസ് ഓഫ് പെയിൻറ്റിങ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇത് വ്യക്തമായിട്ട് പഠിക്കണം, ഇനി വായിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ ചിത്രങ്ങളും കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ 6 ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മധുബനിയാണോ അല്ലെങ്കിൽ താങ്കയാണോ കാംഗ്രയാണോ എന്നൊക്കെ തിരിച്ചറിവ് ഉണ്ടാവണം. അപ്പം ഇതാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്ത് പഠിക്കേണ്ടത് കളമെഴുത്തിനെ കുറിച്ചാണ്. എന്താണ് കളമെഴുത്ത്? കേരളത്തിൽ മാത്രം പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് കളമെഴുത്ത്. അപ്പം ഈ കളമെഴുത്ത് വരയ്ക്കപ്പെടുന്നത് 5 തരം പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം ഇത് വരയ്ക്കപ്പെടുന്നത് നമ്മുടെ ബ്രഷോ അല്ലെങ്കിൽ പെൻസിലോ ഉപയോഗിച്ചിട്ടൊന്നുമല്ല. വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് വിരലുകൾ കൊണ്ട് മാത്രം തറയിലാണ് ഇത് വരച്ചെടുക്കുന്നത്. അപ്പം ഈ കളമെഴുത്ത് എന്ന് പറഞ്ഞ രീതി നമ്മൾ വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് വിരലുകളിൽ തറയിൽ വരച്ചെടുക്കുന്നു. അതാണ് ആ ഒരു ശൈലിയാണ് ഇതിന് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു പേരുണ്ട്, ധൂളി ചിത്രം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കളമെഴുത്തിൽ ശരിക്കും 5 വർണ്ണങ്ങൾ, പഞ്ചവർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചവർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വൈറ്റ്, ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ്. 5 വർണ്ണങ്ങൾ: വെള്ള, കറുപ്പ്, പച്ച, മഞ്ഞ, ചുവപ്പ്. ഇതിൽ മഞ്ഞ നിറത്തിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം, അതായത് ടെർമറിക് പൗഡർ. അതുപോലെ കറുപ്പ് നിറത്തിന് വേണ്ടി ഉമിക്കരി ഉപയോഗിക്കും. വെള്ള നിറത്തിന് അരിപ്പൊടി. പച്ച നിറത്തിന് വേണ്ടി നെന്മേനി വാകയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ചുവപ്പ് നിറത്തിന് വേണ്ടി മഞ്ഞളും ചുണ്ണാമ്പും അരിപ്പൊടിയും ചേർത്ത മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് കളമെഴുത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചിത്രങ്ങൾ കാണുക, എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ നമ്മളിപ്പം 1ാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതെല്ലാവരും വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക.